ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ ആണ്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളതും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും ടൈപ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും ആൻഡ് ലിമിറ്റേഷൻസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പോർട്ട്ഫോളിയോ എന്താണെന്നാണ് പറയുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലേണേഴ്സിൻ്റെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് മാനറിൽ ഇവാലുവേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അസസ് ചെയ്യുകയാണ്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്. ഒരു ട്രഡീഷണൽ എക്സാമിനേഷൻ പോലെ അല്ല ഇതെന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോസസ്സിനെയും ഫൈനൽ ഔട്ട്കത്തിനെ എന്തോ ചെയ്യുക, ഫോക്കസ് ചെയ്യുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ലേണേഴ്സിൻ്റെ, അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ലേണേഴ്സിൻ്റെ എല്ലാ വർക്കിനെയും നമ്മൾ എന്തോ ചെയ്യുകയാണ്, ആ ഒരു വർക്കിൻ്റെ എവിഡൻസ് എന്തോ ചെയ്യുക, കളക്ട് ചെയ്യുകയാണ്. അവിടെ അച്ചീവ്മെൻറ്റിനെ എല്ലാത്തിനെയും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരു പർപ്പസ്ഫുൾ സിസ്റ്റമാറ്റിക് കളക്ഷനാണ് ലേണേഴ്സ് വർക്കിൻ്റെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്തിനേക്കാണ്, ലേണേഴ്സിൻ്റെ എഫേർട്ടിനെയും പ്രോഗ്രസ്സിനെയും അച്ചീവ്മെൻറ്റിനെയും ഒക്കെ എന്തോ ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു സ്ട്രക്ചേർഡ് ഒരു കോംപ്ലിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, നോളജിനെയും സ്കില്ലിനെയും ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിനെയാണ് എന്തോ ചെയ്യുന്നത്, ഈ പോർട്ട്ഫോളിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദിസ് കളക്ഷൻ ഓഫ് ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ് ലേണിംഗ്. അതായത് ഒരു വാല്യൂഷൻ പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സ്റ്റുഡൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അല്ലെങ്കിൽ ലേണിങ്ങിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്ത് അതിൻ്റെ നമുക്കൊരു വിലയിരുത്താൻ പറ്റും. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ കാറ്റഗറിസ് പറയുകയാണെങ്കിൽ ദി പോർട്ട്ഫോളിയോ ഈസ് പ്രൈമർലി ക്രിയേറ്റഡ് ബൈ ദ സ്റ്റുഡൻസ്. കുട്ടികൾ തന്നെയായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് അവിടെ അച്ചീവ്മെൻറ്റ്സ് ആഡ് ഓൺ ചെയ്യാം, എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. ഇനി ഒരു ആൾട്ടർനേറ്റീവ്, ട്രഡീഷണൽ നമ്മുടെ എക്സാം ടെസ്റ്റിംഗ് മെത്തേഡിനേക്കാളും ഒരു ആൾട്ടർനേറ്റീവ് എന്ന് നമുക്ക് ഇതിന് പറയാൻ പറ്റും. ഇതിന് ബോത്ത് പെഡഗോജിക്കൽ ആൻഡ് അസസ്മെൻറ്റൽ ഫങ്ഷൻ ഇതിനുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിൻ്റെ അകത്ത് കാണാൻ പറ്റും. നോട്ട്സ് കാണാം, ചെക്ക് ലിസ്റ്റ്, റിഫ്ലക്ഷൻസ്, റെക്കോർഡിങ്സ്, അതെല്ലാം എന്തോ ചെയ്യാം, ഈ പോർട്ട്ഫോളിയോൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ പോർട്ട്ഫോളിയോ എന്തോ ഒരു കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ്, ഒരു നോളജിനും സ്കില്ലിനും ഒരു കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ് എന്തോ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെയൊക്കെ ആക്സസ് ചെയ്ത് വെക്കാൻ പറ്റും, ഒന്നുകിൽ പേപ്പർ ഫോമിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു അസസ്മെൻറ്റിനൊക്കെ എന്തോ ചെയ്യും, ഒരു ഒതൻറ്റിസിറ്റി എന്തോ ചെയ്യുന്നുണ്ട്, പോർട്ട്ഫോളിയോ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, സ്റ്റുഡൻസിൻ്റെ വാല്യൂഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇവാലുവേഷൻ പ്രോസസ്സിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ, റിഫ്ലക്റ്റീവ് തിങ്കിങ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മീനിങ്, പിന്നെ ഓൺ ഗോയിങ് ലേണിംഗ് എവിഡൻസസ് ഒക്കെ എന്തോ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പോർട്ട്ഫോളിയോ, രണ്ടാമത്തെ ഷോക്കേസ്, മൂന്നാമത്തെ അസസ്മെൻറ്റ്, നാലാമത്തെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ഡിജിറ്റൽ. ഒക്കെ വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുട്ടികളുടെ ഓൺ ഗോയിങ് വർക്കും ലേണിംഗ് പ്രോസസ്സൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡ്രാഫ്റ്റ് കാണും, പ്രാക്ടീസ് വർക്ക് കാണും, ഇൻകംപ്ലീറ്റ് ടാസ്ക് എല്ലാം കാണും. ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റും, ലൈക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഫ് ഡ്രാഫ്റ്റ് കാണും, ക്ലാസ് നോട്ട്സ് കാണും, പ്രാക്ടീസ് എക്സസൈസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് വർക്കിംഗ് പോർട്ട്ഫോളിയോയിൽ. ഇനി ഷോക്കേസ് പോർട്ട്ഫോളിയോയിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ബെസ്റ്റ് വർക്ക് ഓഫ് ദി ലേണർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്കായിരിക്കും എന്തോ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും അച്ചീവ്മെൻറ്റും ഹയസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്തോ ചെയ്യുന്നത്, ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ ഫൈനൽ പ്രൊജക്റ്റ്, ഒരു ബെസ്റ്റ് അസൈൻമെൻ്റ് ഒക്കെ എന്തോ ചെയ്യാം, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് ഡെവലപ്മെൻറ്റ് പോർട്ട്ഫോളിയോ. അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാല്യുവേഷനും ഗ്രേഡിങ്ങിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വർക്ക് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഒബ്ജക്റ്റീവായിട്ട് എന്താ ചെയ്യുക, ഒരു അലൈൻഡ് ചെയ്ത് ഇരിക്കുകയായിരിക്കും. സെലക്റ്റഡ് അസൈൻമെൻറ്റും ഒരു ടെസ്റ്റ് പേപ്പർ അസസ്ഡ് ബൈ യൂസിങ് റുബിക്സ് ഒക്കെ എന്തായിരിക്കും ഇതിന് എക്സാമ്പിൾ ആയിരിക്കും. ഇനി ഡെവലപ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രോത്തും, ആ നെയിമിൽ തന്നെ ഡെവലപ്മെൻ്റ് ആണല്ലേ, ഒരു ഗ്രോത്തും ഒരു പ്രോഗ്രസ്സും ഒരു പീരീഡ് ഓഫ് ടൈമിൽ, അതായത് ഒരു സെമിസ്റ്റർ കഴിയുമ്പോൾ ആ കുട്ടിക്കുണ്ടായിരിക്കുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റൽ പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റുന്നത്. ഏർലിയർ വർക്കിനെയും ലേറ്റർ വർക്കിനെയും എന്തോ ചെയ്യുന്നത്, അത് കമ്പയർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് എ ടാസ്ക്, ഒരു ടാസ്ക് നമുക്ക് കുട്ടികളിൽ കൊടുക്കുമ്പം അവർക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന ചേഞ്ചസും പിന്നെ ലാസ്റ്റ് ഉണ്ടാകുന്ന ചേഞ്ചസും നമ്മൾ എന്തോ ചെയ്യുക, കമ്പയർ ചെയ്യും.
ഇനി ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇലക്ട്രോണിക് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് അല്ലേ. നമ്മൾ എന്താ ചെയ്യുക, ഇലക്ട്രോണിക് മീൻസിൽ ടെക്നോളജി ഏതെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ എന്തോ ചെയ്യുക, സേവ് ചെയ്ത് വെച്ചിരിക്കും. മൾട്ടിമീഡിയ കാണാം, അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് കാണാം, പ്രസൻറ്റേഷൻസ് ഒക്കെ എന്തോ ചെയ്യായിരിക്കും, ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കാറ്റഗറിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈവേഴ്സ് മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ ഈ അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ രീതിയിലാണ് എന്തോ ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വഴി ഇത് നമ്മൾ എന്തോ ചെയ്യുക, സേവ് ചെയ്ത് വെച്ചിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എന്തൊരു കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് പറയാം. പിന്നെന്താ, സ്റ്റുഡൻസിനെ കുറച്ച് റെസ്പോൺസിബിൾ അക്കൗണ്ടബിളും ആക്കി മാറ്റാം. സ്റ്റുഡൻസിനെ എന്തായിരിക്കും ആക്റ്റീവ്ലി അസസ്മെൻറ്റ് പ്രോസസ്സിൽ എന്തോ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഗ്രോത്തും പെർഫോമൻസിനെ എന്തോ ചെയ്യാം, പ്രൊമോട്ട് ചെയ്യും. റിഫ്ലക്റ്റീവ് തിങ്കിങ് സ്കിൽസ് എന്തോ ചെയ്യുക, ഡെവലപ്പ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോസസ്സ് ആൻഡ് അച്ചീവ്മെൻറ്റിനെ എന്തോ ചെയ്യും, ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കും അല്ലെ. എല്ലാ കാര്യവും ആ ഒരു പോർട്ട്ഫോളിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ കാര്യവും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. പിന്നെന്താ, ഇറ്റ് അസസ് ബോത്ത് പ്രോസസ്സ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ലേണിംഗ്. അതായത് അവർ ചെയ്ത പ്രോസസ്സ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം അതിൻ്റെ അകത്ത് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ടീച്ചേഴ്സിന് ആ സ്റ്റുഡൻസിനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ഡീപ്പായിട്ട് അവർ എന്തൊക്കെ അച്ചീവ്മെൻറ്റ് നേടി, എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും, ഇൻഡിവിജ്വലൈസേഷൻ ഇൻസ്ട്രക്ഷൻസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു മെറ്റാ കോഗ്നിറ്റീവ് സ്കിൽസ് എന്തോ ചെയ്യാം, കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ക്രിയേറ്റിവിറ്റി, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ക്രിയേറ്റിവിറ്റി എന്തോ ചെയ്യാം, കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ്, ഏതൊരു കാര്യമാണെങ്കിലും അഡ്വാൻറ്റേജസും കാണും, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് കാണും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനോട് അഡീഷണൽ ഡിമാൻഡ്സ് എന്തോ ചെയ്യുക, പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി സബ്ജക്റ്റ് ആണെന്നാൽ ലെസ് റിലയബിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ടീച്ചേഴ്സിന് എന്തായിരിക്കും, ഡെവലപ്പ് ക്ലിയർ ക്രൈറ്റീരിയ വിച്ച് മേ ബി ഡിഫിക്കൽട്ട് ഇനിഷ്യലി. ടീച്ചേഴ്സിന് ആദ്യം ഒരു ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം മേ ബി. പിന്നെന്താ, ഈ പ്ലാനിങ്ങിനും ഇവാലുവേഷനും കുറച്ചും കൂടി എക്സ്ട്രാ ടൈം അവർക്ക് ആ ഒരു കരിക്കുലത്തിൽ അല്ലെങ്കിൽ ഒരു ടൈം നമുക്ക് വേണ്ടി വരും. ഇനി ടൈം കൺസ്യൂമിങ് ആണല്ലേ, നമ്മൾ ട്രഡീഷണൽ എക്സാം അല്ലെങ്കിൽ ഒരു മെത്തേഡിനെക്കാളും ഇത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ് ഓവർ ലോങ് പീരിയഡ് ക്യാൻ ബി ചലഞ്ചിങ്. അതായത് ഇത്രയും വലിയ വാസ്റ്റ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മളിതെല്ലാം അനലൈസ് ചെയ്ത് അപ് ടു ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയെ പറ്റിയും അതിൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.